ഏപ്രിൽ 17, 2024 ബിറ്റ്കോയിൻ മൈനിങ്ങിൽ ഹാൽവിംഗ് നടക്കും എന്ന് വെച്ചാൽ നിലവിൽ എത്ര കോയിൻ മൈൻ ചെയ്യപ്പെടും അതിന്റെ നേരെ പകുതിയാവും. പിന്നെ ഇതൊരു പ്രത്യേക കാലഘട്ടമാണ്. ഈ 2024 കാലഘട്ടത്തിലാണ് ബിറ്റ്കോയിൻ ETF അപ്രൂവൽ വരാം. ബ്ലാക്ക് റോക്കിന്റെ ബിറ്റ്കോയിൻ ETF അപ്രൂവൽ. ഇത് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അട്രാക്ട് ചെയ്യപ്പെടും ബിറ്റ്കോയിന്റെ മുകളിൽ, അല്ലെങ്കിൽ ബിറ്റ്കോയിന് വലിയൊരു അട്രാക്ഷൻ വരും. ഈ കാരണവശാൽ ബിറ്റ്കോയിൻ മെയിൻ സ്ട്രീമോ പൊതുജനത്തിലേക്ക് എത്തും. എന്ന് വെച്ചാൽ പൊതുജനം ഈ ബിറ്റ്കോയിനും പല ക്രിപ്റ്റോ കറൻസിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പൊ ബിറ്റ്കോയിന്റെ വോളറ്റിലിറ്റിക്ക് കുറവ് വരും, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കുറഞ്ഞു വരും. ഈ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. പല ക്രിപ്റ്റോ കറൻസികളും പിന്നീട് മെയിൻ സ്ട്രീം ആവുക ചെയ്യുന്നു. ബിറ്റ്കോയിന്റെ ETF അപ്രൂവൽ വന്നതിന് ശേഷം പല ETF അപ്രൂവൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ ഡിലേ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബിറ്റ്കോയിൻ ETF അപ്രൂവലിന് ശേഷം, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ETF അപ്രൂവൽ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഹാൽവിംഗ് കഴിഞ്ഞതിന് ശേഷം എന്താ പറ്റുക? യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻസി മില്യനേഴ്സ് മീൻസ് 18 to 40 വയസ്സുള്ള ആൾക്കാർ, അവര് വളരെയധികം സ്പീഡിൽ ഈ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ പല ക്രിപ്റ്റോ കറൻസി വാങ്ങാനുള്ള തീരുമാനത്തിലായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, അവരുടെ അവസ്ഥ നോക്ക്. നിലവിലുള്ള ട്രഡീഷണൽ മാർക്കറ്റിന്റെ അവസ്ഥ നോക്ക്. അങ്ങനെ നമുക്ക് മനസ്സിലാവും ട്രഡീഷണൽ മാർക്കറ്റ്സ് വളരെയധികം സാച്ചുറേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു ശരാശരി ജെൻസിക്കോ മില്യനേഴ്സിനോ സ്ഥലം വാങ്ങാൻ പറ്റില്ല. സ്ഥലത്തിന് കൊടുക്കുന്ന വിലയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് കയറി സ്ഥലത്തിന്റെ കോമ്പറ്റീഷൻ കാരണം. പിന്നെ ഹൗസിങ് പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് വാങ്ങാൻ പറ്റില്ല. കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് ഹൗസുള്ളൂ. പിന്നെ ഹൗസിന് വളരെയധികം കോമ്പറ്റീഷൻ. പിന്നെ പാരന്റ്സിന്റെ കയ്യിലൊക്കെ ഹൗസ് ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് കമ്പീറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റില്ല. അത് കാരണം കുറച്ച് ഹൗസിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിന് ഡിമാൻഡ് കൂടിപ്പോയി ഹൗസിങ് മാർക്കറ്റിന്. അതുകൊണ്ട് കുട്ടികൾക്ക് ഹൗസ് വാങ്ങാൻ പറ്റണല്ലേ. പിന്നെ ഹൗസൊക്കെ അവരുടെ സാലറിയുടെ ഒക്കെ വളരെ അധികമായി മാറി. മീൻസ് അവരുടെ സാലറിനെക്കാട്ടൊക്കെ ഡബിളും ട്രിപ്പിളും 10 times ഒക്കെ വില കൂടിയ അവസ്ഥയിലെത്തി. ഇപ്പൊ ഒരു ശരാശരി ഹൗസ് വാങ്ങാന്ന് പറഞ്ഞാൽ $1 million ഒക്കെ വേണ്ടി വരും, ചെറിയ ഹൗസൊക്കെ പലയിടത്തും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ നിങ്ങൾ ഇൻഫ്ലേഷൻ നിങ്ങൾ കണക്കിൽ കൂട്ടണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശിന്റെ മൂല്യം കുറഞ്ഞു, സാധനങ്ങളുടെ വില കൂടുകയും ചെയ്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ $100 വെച്ചിട്ട് പണ്ടത്തെ പോലെ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റണില്ലേ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളുടെ ഒരു സാധാരണ റോ മെറ്റീരിയലിന്റെ വില കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നിലവിലുള്ള എല്ലാ സാധനത്തിനും വില കൂടും, പക്ഷെ സാലറി കൂടുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി സ്റ്റാഗ്നന്റ് ആയിരിക്കാം. കാരണം വെച്ചാൽ ഇത്രേ ഉള്ളൂ, സാലറി പെട്ടെന്ന് മാറുന്ന ഒരു സാധനമല്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോൺട്രാക്ട് ബേസിലാണെങ്കിൽ സാലറി ഒരു കൊല്ലം ടൈം പീരീഡ് ഉണ്ടാവും. അത് കാരണം സാലറിയിൽ വലിയ വ്യത്യാസം പറ്റില്ല. സാലറി എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതുപോലെ ഇൻഫ്ലേഷൻ ക്വാർട്ടർലി ഡെയിലി ഒക്കെ മാറും. ബേസിക്കലി വലിയ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഒക്കെ വരും ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വലിയ ഇൻഫ്ലേഷൻ വരാണെങ്കിൽ. സാലറി അങ്ങനെയല്ല, നമ്മൾ തീരുമാനിച്ചു വെച്ച സാലറി ആയിരിക്കും നമ്മൾ വാങ്ങാം ബേസിക്കലി. അത് കാരണം പെട്ടുപോയി തന്നെ പറയാം ജെൻസി മില്യനേഴ്സും. പക്ഷെ അത് കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാലോ. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിലവിലുള്ള അവസ്ഥ വളരെ മോശമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബിഗ് ടെക് ഒക്കെ സാച്ചുറേറ്റഡ് ആയി എന്ന് നമുക്ക് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ, ഇവരൊക്കെ സാച്ചുറേറ്റഡ് ആയി. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആശയം അവസാനിച്ചു, ആശയത്തിന്റെ പീക്കിലെത്തി. അതുകൊണ്ടാണ് അവർ AI പോയി ചാടുന്നത്, അല്ലെങ്കിൽ AI ഹൈപ്പിന്റെ മുകളിലൊക്കെ പിടിക്കും. സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹൈപ്പാണ്. ലിറ്ററലി ഒന്നും പറ്റാനൊന്നും പോണില്ല. പറ്റാന്ന് പറഞ്ഞാൽ പറ്റും. കുറെ രീതിയിലൊക്കെ മോണ്ടേണസും മറ്റേ ക്രിയേറ്റീവ് രീതിയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം ബേസിക്കലി. എന്നിട്ട് അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, അങ്ങനെ ട്വിറ്റർ, എല്ലാവരും ഫേസ്ബുക്ക്, ഇവരൊക്കെ സാച്ചുറേഷനിലെത്തി. ഇവരാശയപരമായി അവർ അവസാനിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാം നിലനിൽപ്പിന്. എല്ലാവരും തെറ്റിദ്ധാരണ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് കൂടിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവർക്ക് കുറെ ലെവറേജ് ഉണ്ട്, റിസോഴ്സസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫൈനാൻസ് ഒക്കെ ഒരു സെക്കൻഡ് കൊണ്ട് പൊളിയും ബേസിക്കലി. അല്ലെങ്കിൽ FTX ഒക്കെ സ്കാമിൽ പെടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ വലിയ കമ്പനികൾക്ക് ഒരു ലൈഫ് സൈക്കിൾ, പ്രത്യേകിച്ച് IT കമ്പനികൾക്ക് അവർ 12 വർഷം ലൈഫ് സൈക്കിൾ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 12 വർഷം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും കുറവായിരിക്കും. 12 വർഷം കുറച്ച് കാലമുള്ളൂ ബേസിക്കലി. നിലവിലുള്ള 5 വർഷം കൂടുമ്പോൾ സ്റ്റാർട്ടപ്പുകൾ മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പ് വരും. അത്ര കാലാവധി ഉള്ളൂ നിലവിലുള്ള സ്റ്റാർട്ടപ്പ്. നമുക്ക് ഈ കാണുന്ന കാശൊക്കെ നിലവിൽ ഒറ്റ നിമിഷം കൊണ്ട് പോകാൻ അധികം സമയം വേണ്ട എന്നുള്ള ഒരു ബുദ്ധി വേണം നോക്കാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജെൻസി മില്യനേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ശരാശരി സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് പോലും അവർക്ക് തികയില്ല. അത് ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ തന്നെ കാരണം
പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹൗസിംഗ് മാർക്കറ്റിലെ ക്രൈസിസും റിയൽ എസ്റ്റേറ്റ് ക്രൈസിസ് കയറലും റെന്ററായിട്ട് ജീവിക്കാൻ പറ്റില്ല, അവരുടെ സ്വപ്നങ്ങളൊന്നും അവർക്ക് നിറവേറ്റാൻ പറ്റില്ല. ഒരു വീട് വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മില്ലിയനേഴ്സും ജെൻസും ഫിനാൻഷ്യലി പിന്നെ മെന്റലി ബ്ലീക്കാണ് അവരുടെ അവസ്ഥ. ഭയങ്കര മോശകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് പറയാം അവരുടെ. അതുകൊണ്ട് അവര് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങൾ പറയും അവർക്ക് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തോടെ, നിലവിലുള്ള കുറച്ച് കാശ് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അവർക്ക് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ക്രൗഡ് സോഴ്സിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അവിടെ കൂടുതൽ സ്കാമുകൾ നടക്കുന്നത്, എന്നാലും അവർക്ക് വേണമെങ്കിൽ ബെറ്റ് വയ്ക്കാം. പക്ഷെ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിലൊക്കെ ഭയങ്കര വില വേണ്ടി വരും. മീൻസ് ബാരൽ ഫോർ എൻട്രി ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ട് അവിടെ കയറി കൂടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ കുറെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് കാശ് മതി. ബേസിക്കലി ബാരൽ ഓഫ് എൻട്രി വളരെ ലോ ആണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പൊ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീക്ക് ആയിട്ടുള്ള അല്ലെ ഈ ടെക്നോളജിക്കലി പീക്കായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഈ ആപ്പിളും ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ. അതിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാശായിട്ട് ഈ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഏർലി മൂവ്സ് നല്ല കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അവർ വിറ്റിട്ടില്ലെങ്കിൽ അവർക്ക് നല്ല കാശ് ഉണ്ടാക്കാം. പക്ഷെ എല്ലാത്തവർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. പുതിയ കുട്ടികളൊന്നും പഴയ ജനറേഷൻ്റെ പോലെ കാശ് ഉണ്ടാക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ അമേരിക്ക മാത്രം ക്യാപിറ്റലിസം എംബ്രേസ് ചെയ്തിട്ടുള്ളൂ. ആ കാലഘട്ടത്തിലാണ് ബേബി ബൂംസ് ഒക്കെ നെക്സൊക്കെ ജനിച്ചു വളർന്നത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല കാര്യം. ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചൈനയും റഷ്യയും ഇന്ത്യയും എല്ലാവരും ക്യാപിറ്റലിസം എംബ്രേസ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും ക്യാപിറ്റലിസം എംബ്രേസ് ചെയ്യണ കാരണം കോമ്പറ്റീഷന് അൺഫെയർ അഡ്വാൻറ്റേജ് ഒക്കെ പോയി എന്ന് നമുക്ക് പറയാം. മൂട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. മൂട്ട് എന്ന് പറഞ്ഞാൽ അൺഫെയർ അഡ്വാൻറ്റേജ്. ഈ അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രം കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിപ്പോ നിലവിൽ അമേരിക്ക ഇല്ല. അമേരിക്കയുടെ മറ്റേ ഗുണ്ടായിസം ഒന്നും പണ്ടത്തെ പോലെ വർക്ക് ചെയ്യില്ല. അവർ മിലിറ്ററി വെച്ചിട്ട് ഉള്ള ഗുണ്ടായിസം ഇല്ല. ഈ പെട്രോളൊക്കെ ഡോളറിൽ തന്നെ പോകണമെന്ന് പറയുന്നത് ആ കാലഘട്ടമൊക്കെ അവസാനിക്കാൻ തുടങ്ങി ബേസിക്കലി. അപ്പൊ അവർക്ക് ഒരു വലിയ മൂട്ട് കാണുന്നില്ല പണ്ടത്തെ പോലെ. പിന്നെ എന്നിട്ടാണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിറ്റ്കോയിൻ ഹാൽവിന്റെ പീരീഡ് അല്ലെങ്കിൽ April 17, 2024 വെബ് 2.0 അവസാനം തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഈ ജെൻസും മില്ലിയനേഴ്സും ഒക്കെ ഈ പ്രൊജക്റ്റിലേക്ക് കയറി കൂടുമ്പോൾ എന്താ പറ്റുക, അതിൽ ആ പ്രൊജക്റ്റിലേക്ക് കയറി കൂടുമ്പോൾ അവർ ഓരോ പ്രൊജക്ട് ബിറ്റ്കോയിൻ തുടങ്ങി പിന്നെ ബിറ്റ്കോയിൻ്റെ അടിയിലുള്ള പ്രൊജക്ട്സുകളിലൊക്കെ ആൾക്കോയിൻസിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എഫക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഡീസെൻട്രലൈസ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻ അവർ നോക്കും, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഭൂരിഭാഗം ആൾക്കാരുടെ കാശ് പോകും. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ്, ഇത് ഫ്രീ മാർക്കറ്റ് സിസ്റ്റമാണ്, നമുക്ക് മനസ്സിലാക്കണം. പ്യൂർലി ഫ്രീ മാർക്കറ്റാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അപ്ലിക്ക് റെഗുലേഷൻസ് ഒക്കെ വരും. പക്ഷെ അതിന് മുമ്പൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും. റെഗുലേഷൻ കുറച്ച് സ്ലോ ആണെങ്കിലും അവരെന്നാലും കയറി മാർക്കറ്റിൽ പോയിട്ട് ഓരോന്ന് വാങ്ങി വെക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പീക്ക് മൂവ്മെന്റ് ആണ്. മില്യനേഴ്സും ബില്യനേഴ്സും ഒക്കെ ആണെങ്കിൽ അവരൊന്നും ഈ അവസ്ഥ തള്ളിക്കളയില്ല ബേസിക്കലി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ബേസിക്കലി. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രൊജക്ട്സുകളിലൊക്കെ ചില പെന്നിയിലും പൈസയ്ക്കും കിട്ടുന്ന പ്രൊജക്ട്സുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ പ്രൊജക്ട്സുകളൊന്നും അത്ര മോശകരമായ പ്രൊജക്ട്സുകൾ അല്ല. ഇത് മലയാളികൾക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൈസ് കുറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോശകരമായ ഒരു യൂണിറ്റ് ആണെന്നില്ല, മീൻസ് മോശകരമായ ക്രിപ്റ്റോ ആണെന്നൊന്നുമില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിപ്റ്റോയുടെ ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിപ്റ്റോ നിനക്ക് എന്താണ് ഉപകാരം, ക്രിപ്റ്റോനെ കുറിച്ച് നീ ആലോചിക്കണം. എന്നാൽ മാത്രം നീ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സൂപ്പർഫിഷ്യലായിട്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന്റെ വലിപ്പവും കുറവും കണ്ടിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടു, ആ പെണ്ണിന്റെ മുഖച്ചായ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബേസിക്കലി. ആ പെണ്ണിന്റെ മേത്ത് അത് പാടില്ല. പെണ്ണിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആ സ്വഭാവം അതൊക്കെ നോക്കിയിട്ടല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ആ പെണ്ണിന്റെ മുകളിൽ. ഞാൻ വെറുതെ പറഞ്ഞ പെണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പാർട്ണർ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ കുറച്ച് റിലേറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് പരിപാടി. അതുപോലെയാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റിനെ നോക്കേണ്ടത്. ആ ക്രിപ്റ്റോ കറൻസി പ്രൊജക്ട് പൊതുജനങ്ങൾക്ക് എന്ത് ഉപകാരം ചെയ്യണമെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനെതിരെ എന്ത് ഉപകാരമാണ് ആ ക്രിപ്റ്റോ പ്രൊജക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റിന്റെ മുകളിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭൂരിഭാഗം കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പോയി ഇൻവെസ്റ്റ് ചെയ്യും, കാശ് പോകും. ഭൂരിഭാഗം ആൾക്കാർ കാശ് പോകും. ഇത് ഫ്രീ മാർക്കറ്റാണ്, നമുക്ക് മനസ്സിലാക്കണം. എന്തായാലും ജെൻസി മില്ലിയനേഴ്സ് ഈ വഴിക്ക് പോയാൽ പറ്റൂ. എന്നാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുഡ്സ് സർവീസസോ അല്ലെങ്കിൽ വാങ്ങണമെങ്കിൽ അത്രയധികം കാശ് വരാണ് ബേസിക്കലി. അപ്പൊ ആ കാശ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കാരണം കത്തിക്കയറാണ് കാശ്. അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ പറ്റില്ല, സ്വപ്നത്തിൽ തന്നെ ആലോചിച്ചാൽ പറ്റില്ല. അപ്പോൾ ഇവർ ഈ മാർക്കറ്റിൽ കയറി ഗ്യാംബ്ലിംഗ് നടത്തേണ്ട ആവശ്യമില്ല. നല്ല നല്ല പ്രൊജക്ട്സുകളുണ്ട്. ആ പ്രൊജക്ട്സുകളിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാശ് കിട്ടും. പക്ഷെ
സൂക്ഷിച്ചും കണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ബേസിക്കലി തോന്നിയ പോലെ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയോട് ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2024 ഏപ്രിൽ 17 കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പ്ലെയേഴ്സുകളാണ് വരുന്ന മാർക്കറ്റിലേക്ക്. ഈ വലിയ വലിയ പ്ലെയേഴ്സ് ആണ് ഭരിക്കുക. പിന്നെ ബേസിക്കലി ഏപ്രിൽ 17 2024 കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രൊജക്റ്റ്, ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻറ്റ് പ്രൊജക്റ്റ് ജനിക്കും. ആ കൾച്ചറൽ സിഗ്നിഫിക്കൻറ്റ് പ്രൊജക്റ്റ് ജനിക്കുന്നതോടെ പിന്നെ കഴിഞ്ഞു കത്തിക്കും. മീൻസ് പിന്നെ വെബ് 3.0 അവസാനം കഴിഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെബ് 3.0 ഏറ്റവും വലിയ ഹിൻഡ്രൻസ് അല്ലെങ്കിൽ തടസ്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 3 ആസ്പെക്ട്സ് സോൾവ് ചെയ്യാൻ പറ്റാത്തതാണ്. ബേസിക്കലി ഡീസെൻട്രലൈസേഷൻ, സ്കേലബിലിറ്റി, സെക്യൂരിറ്റി. പക്ഷേ ഈ 3 ആസ്പെക്ട്സുകൾ സോൾവ് ചെയ്യപ്പെടും. ഈ ഏപ്രിൽ 17 ആകുമ്പോഴേക്കും സോൾവ് ചെയ്യപ്പെടും. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരുടെ കയ്യിലെത്തും. പിന്നെ കഴിഞ്ഞു, പിന്നെ ഫൈറ്റ് തുടങ്ങി. വെബ് 3.0 പ്ലെയേഴ്സും വെബ് 2.0 പ്ലെയേഴ്സും. പിന്നെ നമുക്കറിയാം പതുക്കെ വെബ് 2.0 ഡീഗ്രേഡ് ചെയ്യും. പിന്നെ അതിലുള്ള കാശ് കുറയും, അവരുടെ നെറ്റ് പ്രോഫിറ്റും ഇതും ഒക്കെ കുറയും, ബേസിക്കലി റവന്യൂ ഒക്കെ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ജെൻസിയും മില്ലിയനേഴ്സും നേരിടുന്ന വേറെ പ്രശ്നമുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം. മീൻസ് ഇപ്പം നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഭൂരിഭാഗമൊക്കെ ഹൈപ്പാണ്. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പനികൾ ചുരുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കമ്പനികൾ ചുരുങ്ങിയിട്ട് അതിനനുസരിച്ച് റവന്യൂ മെയിൻറ്റെയിൻ ചെയ്യും. മുമ്പുള്ള സൈസ് വെച്ചിട്ടുള്ള റവന്യൂ തന്നെ അവർക്ക് ചെറിയ രീതിയിൽ ഷ്രിങ്ക് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചില പ്രോഫിറ്റ്സ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. വലിയ കമ്പനി എന്ന് പറഞ്ഞ ആശയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം കയറുമ്പോൾ. ജെൻഎക്സും ജെൻസിക്ക് ഭയങ്കര കൺസേൺ ഈ കാര്യത്തിൽ. കാരണം വെച്ചാൽ അവരുടെ ജോബ് നഷ്ടപ്പെടാനുള്ള സാധ്യത, ജോബ് റിക്കവർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒക്കെ കാരണം കൊണ്ട് അവർ, പിന്നെ അവർ ടെക് സാവിയും കൂടിയാണ്, ഇതൊക്കെ കാരണം കൊണ്ട് അവർ എന്തായാലും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ യുഗം തുടങ്ങും. വയസ്സന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാവില്ല. ഇത് കുട്ടികളാണ്, കുട്ടികൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് കയറ്റിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ പറയും ക്രിപ്റ്റോ കറൻസി നിലവിൽ ഇത്ര സ്കാം നടന്നു, അതുകൊണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ ഹോപ്പില്ല. അതൊക്കെ വെറും പ്രായം കൂടിയ അല്ലെങ്കിൽ ഒരു വയസ്സിൻ്റെ മനസ്സ് വെച്ചിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല. ക്രിപ്റ്റോ കറൻസിയിൽ ഇപ്പോഴും നല്ല നല്ല ഭംഗിയുള്ള പ്രൊജക്ട്സുകളുണ്ട്, നല്ല അൾട്ടിമേറ്റ് ലെവൽ പ്രൊജക്ട്സുകളുണ്ട്, ഗോഡ് ലെവൽ പ്രൊജക്ട്സുകളുണ്ട്. ഇപ്പോഴും ചാൻസ് ഒക്കെ ഉണ്ട് വളർച്ചയ്ക്ക്. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ട പോക്കണം. മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ള ഈ വീഡിയോയിൽ ബേസിക്കലി. ഞാൻ അടുത്ത വീഡിയോ വരാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.